കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാറ്റ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ അറിവാണ്. അപ്പോൾ ഈ എപ്പിസോഡ് നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ഇപ്പം തന്നെ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. കാരണം എല്ലാവർക്കും ആകാംക്ഷയായ ഒറ്റൊരു കാര്യം, ശാലിനി വരുന്നേ വന്നിട്ട് ഇത്ര നാളായിട്ട് ശാലിനി ആ പരിസരത്തേക്ക് കാണാനില്ലല്ലോ, സത്യഭാമയുടെ ചാട്ടവും തുള്ളലും മാത്രമാണല്ലോ എന്ന് എല്ലാവർക്കും പരാതിയില്ലേ. ആ പരാതി ഇതാ ഇവിടെ തീർക്കുവാണ് കേട്ടോ. കാരണം ശാലിനി എൻട്രി ആയി കഴിഞ്ഞു. ഇനി ശാലിനി സത്യഭാമയുടെ വാക്കിന് കാറ്റി പറത്തി അല്ല, അതിനേക്കാൾ ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് സത്യഭാമയുടെ വാക്കിന് ചവിറ്റുകൊട്ടയിട്ടുകൊണ്ട് ശാലിനി അന്തസ്സായി സത്യഭാമയുടെ വീട്ടിൽ തന്നെ കയറി അമ്മയ്ക്ക് അടിപൊളി ഒരു ഉഗ്രൻ തഗ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ കാണുന്നതിന് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പറയുന്നെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർസ് ലൈക്സിനും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പപ്പി മോൾ വഴിയിൽ എന്താണ് ശ്യാമയുടെ കാര്യത്തിൻ്റെ സങ്കടം കൊണ്ട് എന്താണ് ഫിക്ഷ എടുക്കുവാൻ പോകുന്നല്ലോ. ആ ഫിക്ഷ എടുത്ത് ഇങ്ങനെ വരുമ്പോഴല്ലേ എന്താണ് ആ ഒരു ഓട്ടോക്കാരൻ തള്ളിയിടുന്നതും ആ തള്ളിയിട്ട സങ്കടത്തിൽ വന്ന കുഞ്ഞിന് നേരെ നമ്മുടെ സരോജ് മെമ്പർ കാണുന്നതും, എന്നിട്ട് ഇത് പത്മാവതി അമ്മയുടെ കൊച്ചുമോളാണെന്ന് അറിയുമ്പോൾ ഒരു സങ്കടം കൊണ്ട് കുഞ്ഞിന് കെട്ടിപ്പിടിച്ചെന്താണ് കരയുന്നത്, സങ്കടപ്പെടുന്നതും, അതിനോടൊപ്പം തന്നെ രോഹിത്തിൻ്റെ ശ്യാമയുടെ ലൈഫിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധിയാണെന്ന് അറിഞ്ഞിട്ടുള്ള സങ്കടം. പിന്നെ സത്യഭാമയടുത്ത് ഈ കാര്യം ഒന്നും പറയില്ലേ, സത്യഭാമ ഇതൊക്കെ അറിഞ്ഞാൽ അതിൻ്റെ തൊടയടിച്ച് പൊട്ടിക്കുന്നുള്ള ആ കുഞ്ഞിൻ്റെ ആ ഒരു ഭയം, അതൊക്കെ കേട്ട് നമ്മുടെ മെമ്പർ എന്താണ് എന്നാൽ എന്തൊരു കഷ്ടമെന്ന് വന്നിട്ട് അവിടെ നോക്കി നിൽക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ഇത് കാണിച്ചതിന് ശേഷം നേരെ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. സത്യഭാമയുടെ വീട്ടിൽ നമ്മുടെ രാഘവേട്ടൻ്റെ തഗ്ഗുകളാണ്. രാഘവേട്ടൻ്റെ തഗ്ഗ് മറ്റൊന്നുമല്ല, വിഷ്ണു ഇരുന്ന് ഇങ്ങനെ കാലിങ്ങനെ ഇരുന്ന് തിരുമുവാണ്. കാരണം എന്താണ്, വിഷ്ണു ഒന്ന് പോയി ശാലിനിയടുത്തുള്ള വാശിയെ കാണിച്ചിട്ട് ഈ വന്നപ്പോഴത്തേക്കും അങ്ങ് സ്കിഡായില്ലേ, അതിൻ്റെ ആ ഒരു വേദന കൊണ്ട് തടവിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും രാഘവേട്ടൻ എന്താണ് പത്രം നോക്കിക്കൊണ്ടിരിക്കുക. എന്നാലും ഒരു കണ്ണിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് എൻ്റെ വേദനയൊക്കെ കുറവുണ്ടോടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ കുറവുണ്ടച്ചാ, ആ കുറഞ്ഞാൽ കൊള്ളാം അത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ ചോദിക്കുന്നത് നിനക്കിത് വല്ല ആയുർവേദം കാണിച്ചൂടെ. അപ്പോഴത്തേക്ക് പറഞ്ഞാൽ അല്ല അച്ഛാ, ഇംഗ്ലീഷ് ഇത് കഴിച്ചു തുടങ്ങി, പിന്നെ എന്തിനാ ഇനി ആയുർവേദം, ഒന്ന് ശീലിച്ചാൽ പിന്നെ ആ ശീലം മാറ്റാതിരിക്കുന്നതൊക്കെ തന്നെയാണ് നല്ലത്. ഇത് പറയുന്ന കാർത്തിക് ഇട്ടൊരു കുത്തും വിഷ്ണുവിനിട്ടൊരു കുത്തുമായിട്ട് തന്നെയാണ് ഈ പറഞ്ഞു തീർക്കുന്നത്. അപ്പോഴാണ് കാർത്തിക ഉടനെ വന്നിട്ട് വിഷ്ണുവായിട്ട് ഇത് കഴിക്കുന്നിട്ട് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് എന്താണ് വിഷ്ണുവിന് ആ വേദന മാറാനുള്ള കാര്യം കഴിക്കാനായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ തടവിത്തരാൻ നിനക്ക് ആളുണ്ടല്ലോ, രാത്രി മൊത്തം ഉറക്കത്തിനകത്ത് വേദന എന്ന് പറഞ്ഞെങ്കിൽ നിനക്ക് തടവിത്തരാനൊക്കെ പുതിയ ആളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നീ എങ്ങനെയാടാ വേദന അറിഞ്ഞ് എന്ന് അടുത്തൊരു തഗ്. അപ്പം വിഷ്ണുവിന് പറയാൻ ഒരക്ഷരം ഇല്ലാതെ നിൽക്കുമ്പോഴാണ് അടുത്ത രാഘവേട്ടന് ബോൾ അടിക്കാനായിട്ട് ആര് വന്നെന്നറിയോ, ഈ സത്യഭാമയുടെ എൻട്രി. അപ്പോൾ സത്യഭാമയെ കണ്ടു ചോദിക്കുമോ, ഇന്ന് പൊന്നി എന്തി ഭാമ, ഇന്ന് പൊന്നി ഇങ്ങോട്ടേക്കൊന്നും കണ്ടില്ലല്ലോ. അപ്പോഴത്തേക്കും പൊന്നി ഇന്ന് വന്നില്ല എന്ന് പറഞ്ഞു തീർത്തില്ല രാഘവേട്ടൻ്റെ അടുത്ത ചോദ്യം, ആ ശ്യാമ വല്ലതും കഴിച്ചോ. ഇല്ല രാഘവേട്ട, ഒന്നും കഴിച്ചില്ല. മിക്കവാറും നീ അവളെ ഇവിടെ പട്ടിണിക്കിട്ട് കൊല്ലും. രാഘവേട്ട, രാവിലെ തൊട്ട് നിങ്ങൾ ഓരോ കാര്യം പറഞ്ഞ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, ചുമ്മാ ചൊറിയാൻ വേണ്ടി വരല്ലേ. നിങ്ങൾ ഈ ചൊറിയുന്നൊക്കെ ആ ശാലിനി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ, അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത് തന്നെ. ഇനി എന്തൊക്കെ പറഞ്ഞാൽ ഇനി എന്നെ കൊന്നാലും ശരി തന്നെ ശാലിനി ഇവിടെ കേട്ടിട്ട് അങ്ങനെ ഇപ്പോൾ ശ്യാമ ശരിയാവേണ്ട ആവശ്യമില്ല. അല്ലാത്ത രീതി അവരിൽ നേരെ ആകുന്നെങ്കിൽ മാത്രം അങ്ങനെ നേരെ ആയാൽ മതി. അപ്പോൾ അത് കേട്ടെന്താണ് വിഷ്ണു ഒക്കെ ആണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക. അമ്മയുടെ ഈ ഒരു ദുർവാശീനം അമ്മയ്ക്ക് അവസാനിപ്പിക്കാറായില്ലല്ലോ. സമാധാനം മറ്റൊരാൾക്കുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പം അത് ഈ കാർത്തിക്കാണ്. എന്തായാലും സത്യാമ്മയുടെ സ്റ്റാൻഡിൽ ഒരു മാറ്റം ഇല്ലല്ലോ, ആശ്വാസം എന്ന രീതി അവിടെ ഈ കാർത്തിക അങ്ങ് സമാധാനിച്ച് തീർന്നില്ല. സത്യഭാമ പറയുന്നുണ്ട്, എന്നെ കൊന്നാലും ശാലിനി ഈ മുറ്റത്ത് ഞാൻ കയറ്റത്തില്ല, അവളെ ഇവിടെ കയറ്റി പൊറുപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു തീർന്നില്ല. അവിടെ ബാഗും പെട്ടിയും ഒക്കെ ആയിട്ട് നമ്മുടെ ശാലിനിയുടെ മാസ് എൻട്രിയാണ്. അപ്പം സത്യഭാമ ഇങ്ങോട്ടേക്ക് കയറ്റത്തില്ല എന്ന് പറയുന്നതും ശാലിനി സത്യഭാമ ഇങ്ങനെ രൂക്ഷമാക്കി നോക്കിയിട്ട് ആ പൂമുഖ വാതിൽ നിന്ന് അകത്തേക്കുള്ള എൻട്രിയും അത് കണ്ട് നമ്മുടെ പിള്ളച്ചേട്ടൻ ഞെട്ടുന്നതായിട്ട് ഒരു ഉഗ്രൻ ഐറ്റം ആയിരുന്നു കാണേണ്ട ആ ഒരു സീൻ എന്ന് പറയുന്നത്. ശാലിനി ബാഗും കൊണ്ട് അവിടെ നിൽക്കുന്ന കാണുമ്പോൾ രാഘവേട്ടനൊക്കെ അങ്ങോട്ടേക്ക് നോക്കുവാണ്. ശാലിനി തന്നെയാണോ, സത്യഭാമയ്ക്ക് പറഞ്ഞ് വാ തീർത്തില്ലല്ലോ, അതായത് ശാലിനി ഇവിടെ ഞാൻ കൊന്നാലും കേട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനിനെ അവിടെ കണ്ടിട്ട് ശാലിനിയുടെ കയ്യിൽ ആ വലിയൊരു ബാഗുമായിട്ട് ശാലിനി നിൽക്കുന്ന കാണുമ്പോൾ ഇവളിവിടെ പൊറുക്കാൻ തന്നെ വന്നെന്ന് എല്ലാവർക്കും ഉറപ്പായി. അപ്പോൾ വിഷ്ണുവിനാണെങ്കിൽ ശാലിനി തന്നെയാണോ, എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തിൽ നോക്കുവാണ്. സത്യഭാമയ്ക്ക് എന്ത് പറയണമെന്ന് ഒരു സെക്കൻഡിലേക്ക് ഉത്തരമില്ല. സത്യഭാമയുടെ ഈ രൂക്ഷമായ നോട്ടം ഒന്നും വകവയ്ക്കാതെ ശാലിനി ആ ബാഗും കൊണ്ട് അന്തസ്സായി വീട്ടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പോഴത്തേക്ക് എന്താണ് വീട്ടിൻ്റെ അകത്ത് ആ പടിവാതിൽ ചവിട്ടി നിന്ന് കഴിയുവാണ്. അപ്പോഴത്തേക്കും സത്യം പറയും, നിൽക്കടേ അവിടെ, നാണം കെട്ടവളെ, നീ ആരോട് ചോദിച്ചിട്ട് ഇവിടെ കയറി വന്ന് നീ ഇവിടെ കുടി താമസിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശാലിനി എന്താണ് ഒരു അക്ഷരം മിണ്ടാതെ പറയുന്നതിനൊക്കെ എനിക്ക് പുല്ല് വിലയാ എന്ന രീതിയിൽ ആ ഒരു മട്ടിൽ ആ ഒരു ഗൗരവഭാവത്തിൽ ശാലിനി യഥാർത്ഥ ശാലിനി ആയത് ഇപ്പോഴാണ്. ശാലിനിയുടെ അഭിനയം കിടുക്കാച്ചത്. അങ്ങനെ ശാലിനി ആ ബാഗും കൊണ്ട് രൂക്ഷമായി തന്നെ സത്യഭാമയെ നോക്കിയിട്ട് ഞാൻ ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ആ തീരുമാനം പ്രകാരം ഞാൻ ഇവിടെ കയറി താമസിക്കും
താമസിക്കും എന്ന ആ ഭാവത്തിൽ തന്നെ ഒരക്ഷരം പറയാതെ കണ്ണുകൊണ്ട് തന്നെ ഉത്തരം കൊടുത്തെന്ന് പറയാം. അങ്ങനെ ശാലിനി അകത്തേക്ക് എൻട്രിയാണ്. അപ്പം കണ്ട് നിൽക്കുമ്പോഴത്തേക്കും ശാലിനിയോട് പറയും, നിൽക്കടി, നീ എൻ്റെ വീട്ടിൽ കയറി കുടി താമസിക്കാൻ വരുന്നു, ഇറങ്ങടി ഇവിടുന്ന് എന്ന് പറയുമ്പോഴത്തേക്കും, ഇല്ല സത്യാമേ, ഞാൻ ഇവിടെ തന്നെ താമസിക്കും എന്ന് പറയുന്നതോടെ കേൾക്കുമ്പോഴത്തേക്കും സത്യഭാമ ടോട്ടലി ഔട്ട്. കാരണം സീനകത്ത് സത്യഭാമ പ്രതീക്ഷിക്കാത്ത സ്ക്രിപ്റ്റായിപ്പോയി. ഇന്നത്തെ ദിവസം സത്യഭാമ കിട്ടി ഇടി വെട്ടുന്ന പോലെയാണ് ശാലിനിയുടെ ഡയലോഗ്. അപ്പോഴേ ശാലിനി പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ എന്നെ കൊണ്ടുവന്ന ആൾ പറയാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. അപ്പോൾ ഈ കൊണ്ടുവന്നത് ആരാന്ന് ഇതുവരെ ആർക്കറിയില്ല. കൊണ്ടുവന്ന മറ്റാരുമല്ല, നട്ടെല്ലോടുകൂടി തന്നെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി, സ്വന്തം കുഞ്ഞ് കരയാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് നമ്മുടെ രോഹിത് തന്നെയാണ്. ആരും വെല്ലുവിളിക്കാത്ത സത്യഭാമയെ അന്തസ്സായി വെല്ലുവിളിച്ച് ശാലിനി ഇങ്ങോട്ടേക്ക് കയറ്റിയിരിക്കുകയാണ് രോഹിത്. ശാലിനിയുടെ പിറകെ ഇത് ആരാണ് ശാലിനി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അറിയാതെ ഈ സത്യഭാമ അങ്ങോട്ടേക്ക് മുറ്റത്തേക്ക് തന്നെ നോക്കുമ്പം രോഹിത്തിൻ്റെ എൻട്രിയാണ്. അപ്പോൾ രോഹിത് ശാലിനിയുടെ പിറകെ നിൽക്കുന്ന കാണുമ്പോൾ സത്യഭാമയ്ക്ക് വിശ്വസിക്കുമല്ല, ഇനി ഇവൻ തന്നെയാണോ? കാരണം ആവത്തില്ല, അവൻ ആവത്തില്ല എന്ന് സത്യഭാമ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുമ്പോൾ രോഹിത്തിൻ്റെ സൈഡ് അകത്തേക്ക് കയറുന്ന സത്യഭാമയുടെ നേർക്ക് നിന്നിട്ട് പറയുകയാണ്, ഞാൻ സത്യാമ്മ ശാലിനി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. സത്യാമ്മയ്ക്ക് ഇതിപ്പം തെറ്റായി തോന്നുന്നുണ്ടാവും, പക്ഷേ എനിക്കിപ്പോൾ ഇത് തന്നെയാണ് ശരി. അപ്പം സത്യഭാമയ്ക്ക് പറയാൻ ഒരു വാക്കില്ല. കാരണം ഇവൻ ഇങ്ങനെ ചെയ്തോ, അപ്പം നന്ദികേട് കാണിച്ചു എന്ന ഒരു ചിന്ത സത്യഭാമയ്ക്ക് വരുമ്പോൾ സത്യഭാമ നിലവിട്ട് പെരുമാറും. ആ പത്മാവതി അമ്മയ്ക്ക് കൊടുത്ത ആ വാക്ക് പാടെ മറന്നു പോയിട്ടുള്ള സത്യഭാമയുടെ ആ ഒരു കണ്ടഞ്ചാടിയുള്ള സംസാരം കേട്ട് രോഹിത്തിൻ്റെ മനസ്സ് ശരിക്കും മുറിവേക്കുവാണ്. ഇതിൻ്റെ ഈ തൻ്റെ ഇടം രോഹിത് ശാലിനിയെ കൊണ്ടുവരാൻ കാണിച്ച ഒരു ധൈര്യവും കണ്ട് സത്യഭാമയ്ക്കെന്നല്ല ആ വീട്ടിൽ ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം സത്യഭാമ പാടില്ല എന്ന് പറഞ്ഞ് എതിര് പറഞ്ഞിട്ടും അതിനെ പാടില്ല എന്ന് പറഞ്ഞ വാക്കിനെ കാറ്റി പറത്തിക്കൊണ്ട് നമ്മുടെ രോഹിത്തിൻ്റെ ആ എൻട്രിയും ശാലിനി ഒപ്പം തന്നെ തൻ്റെ അനിയത്തിക്ക് വേണ്ടി താൻ ഇവിടെ കയറി താമസിക്കും. എപ്പോഴേയും പോലെ എന്താണ് സത്യഭാമ ഇറങ്ങിപ്പോടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് വന്നിട്ട് കരഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന ശാലിനിക്ക് പകരം ഇന്ന് ശാലിനി ഈ ജില്ലാ കളക്ടറായിട്ടുള്ള ശാലിനിയുടെ അന്തസ് എന്താണെന്ന് കാണിച്ചെന്ന് തന്നെ അകത്തേക്കുള്ള എൻട്രി ആകുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് ഭാമ അവിടെ നിന്ന് വിയർക്കുക. രോഹിത് പറയുന്നുണ്ട്, ശാലിനി ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അപ്പോൾ അത് കേട്ട് തിളച്ചിങ്ങനെ സത്യം പറയുന്നത്, എടാ രോഹിത്. എന്നിട്ട് സത്യഭാമ അങ്ങോട്ടേക്കൊന്ന് ശാലിനിയുടെ മുഖത്തേക്കൊന്ന് രൂക്ഷാൻ നോക്കുന്നത്, തിരിച്ച് രോഹിത്തിൻ്റെ മുഖത്തേക്കൊന്ന് രൂക്ഷാൻ നോക്കി ചോദിക്കുകയാണ്, എടാ നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ? ഈ സത്യഭാമയെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം നിനക്കായോ? നീ എന്താടാ കാണിച്ചത്? ഞാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അത് ഒന്നും വക വയ്ക്കാതെ നീ അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ വാക്കിനെ നീ എന്താണ് കാറ്റി പറത്തി കളഞ്ഞോടാ? നീ എന്നെ വെല്ലുവിളിക്കാൻ തന്നെ ആയോ രോഹിത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രാഘവേട്ടൻ അങ്ങ് പേടിച്ചിരിക്കുക. കാരണം സീൻ അങ്ങ് മാറുവാണല്ലോ എന്ന രീതി രാഘവേട്ടൻ എന്താ നോക്കണം. കാരണം ആർക്കും രോഹിത്തിൻ്റെ ആ ഒരു തൻ്റെ വിശ്വസിക്കാൻ പറ്റുന്നേ ഇല്ല. കാർത്തിക ഇതൊക്കെ കേട്ട് അമ്പരം നിൽക്കുന്നെങ്കിലും ഇനി ശാലിനി ഇവിടെ കയറുമോ, ശാലിനി പുറത്താക്കപ്പെടുമോ ഒന്നും അറിയാതെ ശാലിനിയുടെ കാര്യത്തിനകത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് കാർത്തിക ആ ഒരറ്റത്ത്. അല്ലെങ്കിൽ രോഹിത്ത് ഒന്നും മിണ്ടാതെ എന്താണ് ഈ സത്യഭാമ പറയുന്നൊക്കെ അങ്ങ് കേട്ട് ക്ഷമിച്ച് നിൽക്കുവാണ്. പക്ഷേ ആരെങ്കിലും ഒന്ന് മൗനം പാലിച്ചെന്ന് കണ്ടാൽ സത്യഭാമയുടെ ഈ ജമ്മി പ്രമാണി സ്വഭാവത്തിന് തലേക്കിരുന്ന് ഡിസ്കോ ഡാൻസ് കളിക്കുന്ന പരിപാടിയുണ്ടല്ലോ, അവർ ഇപ്പോഴും അത് വിട്ടിട്ടില്ല. അവർ നേരെ പറയുക, എടാ നീ ഇപ്പം ഇട്ടിരിക്കുന്ന ഈ മുണ്ടും ഷർട്ടും തൊട്ട് നീ കഴിക്കുന്ന അന്നം വരെ ഞാൻ ചെയ്യുന്ന ഔദാര്യത്തിൻ്റെ സ്പോൺസറാണ്. അപ്പം അതിൻ്റെ സ്പോൺസർഷിപ്പ് പറയുമ്പോഴത്തേക്കും രോഹിത് അമ്മ എന്ന സ്ഥാനത്ത് കണ്ട സത്യഭാമ അമ്മയല്ല, തരുന്നതിന് കൂലി ഒരിക്കലും പറയാത്തവളാണ് അമ്മ. തന്ന കാര്യത്തിന് എണ്ണി കൂലി പറയുന്നവൾ ഒരിക്കലും അമ്മയാവത്തില്ലല്ലോ. എന്തിന് കഷ്ടപ്പാടിൽ പോലും അധ്വാനിക്കുന്ന ഒരു അമ്മമാർ പോലും കൂലി വേല ചെയ്ത് കൊടുത്ത പോലും പത്മാവതി അമ്മ പറയാത്ത ഒരു കണക്ക് സത്യഭാമയുടെ ഇത്ര ജമ്മി ജീവിതത്തിൽ നിന്നും സത്യഭാമ ആ ഒരു എച്ചി കണക്ക് പറഞ്ഞപ്പോൾ രോഹിത്തിന് മനസ്സിലാവുന്നുണ്ട്, അമ്മ വേറെ അമ്മയായി അഭിനയിക്കുന്ന വ്യക്തികൾ വേറെ എന്ന് രോഹിത്തിന് ആ ഒരു തിരിച്ചറിയോരാണ്. സത്യഭാമ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഈ ഇട്ടിരിക്കുന്ന വസ്ത്രം തൊട്ട് ഞാൻ കഴിക്കുന്ന അന്നം വരെ സത്യഭാമയുടെ ഔദാര്യം തന്നെയാണ്. പക്ഷെ അതൊക്കെ ഞാൻ സമ്മതിക്കാം, കണക്ക് പറയണ്ട. കാരണം ഈ കണക്ക് എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം തൊട്ട് ഞാൻ കഴിക്കുന്ന അന്നം വരെ സത്യാമ്മയുടെ ഔദാര്യം എന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. ആ ഒറ്റൊരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് ഈ കുടുംബത്തിന് വേണ്ടി പകലില്ലാതെ ഉറക്കമില്ലാതെ ഞാൻ കടന്ന് അധ്വാനിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന എൻ്റെ മനസ്സിനകത്ത് ഒറ്റൊരാശ്വാസം, ഞാൻ എനിക്ക് തരുന്നതിന് പകരം ഇങ്ങോട്ടേക്ക് പലതും ചെയ്യുന്നല്ലോ എന്നൊരാശ്വാസമാണ് ഞാൻ കണ്ടെത്തുന്നത്. പിന്നെ സത്യാമ്മ അന്നേരം പറയും, എന്നാലും നീ എന്നെ വെല്ലുവിളിക്കടാ, ഞാൻ വെല്ലുവിളിക്കും സത്യാമ്മേ. അപ്പോൾ ഇത് രാഘവട്ടെ ഇത് കേട്ട് പറയുന്നുണ്ട്, എടാ രോഹിത് നീ വിട്ടുകളാ, ഭാമയുടെ വായിന്ന് ഭാമ നീ എന്തോ ഈ ഭാമ ഈ പറയുന്നത് കണക്ക് പറയുന്നു. അപ്പോഴത്തേക്ക് രോഹിത്തെ അവൾ അറിയാതെ അവളുടെ ദേഷ്യത്തിന് അന്നേരം എന്തോ പറഞ്ഞു പോയി, നീ കള അല്ല അച്ഛാ, സത്യാമ്മ എന്തോ പറഞ്ഞാലും കുഴപ്പമില്ല. സത്യാമ്മ ഒരു കാര്യം മനസ്സിലാക്കാം, ഞാൻ ഇന്ന് സത്യാമ്മേനല്ല, ഈ ലോകത്ത് ആരെ വേണമെങ്കിലും ഞാൻ വെല്ലുവിളിക്കും. കാരണം സത്യം വയ്ക്കുന്നുണ്ട്, നീ വെല്ലുവിളിക്കുമോ? അപ്പം ഞാൻ വെല്ലുവിളിക്കുമെന്ന ആ രോഹിത്തിൻ്റെ ഒരു അടിച്ചുറപ്പിച്ച ഒരു വർത്തമാനം കേട്ട് സത്യാമ്മ വെല്ലുവിളിക്കുമോ എന്നത് കേട്ട് ഞെട്ടി നിൽക്കുമ്പം പറയുന്നുണ്ട്, ഞാൻ വെല്ലുവിളിക്കും സത്യാമ്മേ, സത്യാമ്മേനല്ല ഈ ലോകത്തുള്ള എല്ലാവരും, എന്തിന് ദൈവങ്ങളെ വരെ വെല്ലുവിളിക്കും. എൻ്റെ ശ്യാമയ്ക്ക് വേണ്ടി ഞാൻ വെല്ലുവിളിച്ച് പോകും. കാരണം എൻ്റെ ശ്യാമയുടെ അവസ്ഥ, എൻ്റെ ജീവിതത്തിൽ ആകപ്പാടെയുള്ള ഒരു സന്തോഷം ഇപ്പം എന്ന് പറയുന്നത് എൻ്റെ ശ്യാമ മാത്രമാണ്. സകല പെണ്ണുങ്ങളെയും സുസ്മിതയെ കല്യാണം കഴിച്ചിട്ട് വെറുത്ത് പോരുന്ന എൻ്റെ ജീവിതത്തേക്ക് കയറി വന്നാണ് ശ്യാമ. അന്ന്
തൊട്ട് ഇന്ന് വരെ ശ്യാമയും ഞാനുമായിട്ട് അത്ര സ്നേഹത്തിലാണ് ജീവിക്കുന്നത്. എന്തിന്? വിഷ്ണുവേട്ടനും ശാലിനിയും തമ്മിലൊക്കെ പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശാരദാമ്മയുടെ മകൾ തന്നെയാണ് ശ്യാമ. പക്ഷേ അവരുടെ വീട്ടിൽ പല പ്രശ്നങ്ങൾ, വിഷ്ണുവിൻ്റെ കാര്യത്തിനകത്താവട്ടെ, അതുപോലെ എന്താണ് ശാലിനിയുടെ പ്രശ്നങ്ങളാവട്ടെ, ഇതെല്ലാം നടക്കുമ്പോഴും അത് അവൾക്ക് പലപ്പോഴും പല സങ്കടങ്ങളുള്ള കാര്യമാണ് എൻ്റെ ശ്യാമയുടെ ലൈഫിൽ. പക്ഷേ ആ സങ്കടങ്ങളൊക്കെ ഞാൻ അവളുടെ പറയും, നിനക്കിങ്ങനെ സങ്കടപ്പെടാനെങ്കിലും ഒരു ജീവിതം ഉണ്ടല്ലോ ശ്യാമേ, അങ്ങനെ ചിന്തിക്കാനെങ്കിലും ഒരു ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ. എൻ്റെ ലൈഫിൽ അതുപോലും ഇല്ലല്ലോ. കാരണം എനിക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ പത്മാവതി അമ്മയാണ്. ആ പത്മാവതി അമ്മയും കൂടെ ഇല്ലാതായപ്പം സത്യാമ്മ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കാണ് മകനെ പോലെ നോക്കിക്കൊള്ളാന്ന്. ആ നിമിഷം തൊട്ട് ഇന്ന് വരെ സത്യാമ്മ എന്നെ മകനെ പോലെ തന്നെയാണ് വളർത്തുന്നത്. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എൻ്റെ ശ്യാമ ഈ സങ്കടങ്ങളൊക്കെ മനസ്സിൽ ഒതുക്കി നിന്നിട്ട് എനിക്ക് ശ്യാമ സങ്കടപ്പെടുന്നത് കാണുമ്പം എനിക്കത് ഭയങ്കര സങ്കടമാകുന്നു എന്ന് മനസ്സിലായി. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ സങ്കടങ്ങളൊക്കെ ഞങ്ങൾ ശ്യാമ മാറ്റി, അല്ലെങ്കിൽ ശ്യാമ മനഃപൂർവ്വം അതൊക്കെ മറന്നിട്ട് എൻ്റെ കൂടെ എന്താണ് ജീവിക്കുന്നു. എനിക്ക് വേണ്ടിയിട്ട് അവളുടെ ഉള്ളിലെ സങ്കടങ്ങളൊന്നും എന്നോട് പ്രകടിപ്പിക്കാതെ തന്നെ അവൾ ഇവിടെ എന്തൊക്കെ വാശിയാണ് സത്യഭാമ കാണിച്ചത്. അവളുടെ കുടുംബത്തിനെതിരെയാണ് കാണിച്ചത്. ആ വാശികളെല്ലാം അവളെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടും ആ വേദനകളൊക്കെ കടിച്ചു പിടിച്ച്, അല്ലെങ്കിൽ ആ വേദന മറന്നിട്ട്, അല്ലെങ്കിൽ ആ വേദന എന്നോട് കാണിക്കേണ്ടതെന്ന് അഭിനയിച്ച് ശ്യാമ എൻ്റെ കൂടെ നല്ലൊരു ജീവിത പങ്കാളിയായിട്ട് ജീവിച്ചത്. സുസ്മിത എന്ന ഒരു അഹങ്കാരിയുമായിട്ട് ജീവിച്ച് സ്ത്രീകളെ മൊത്തം വെറുത്ത ഞാൻ ശ്യാമ എന്നൊരു ഒറ്റ വ്യക്തിയെ കൊണ്ടാണ് ഇന്ന് സ്ത്രീകളോട് ഇത്ര ബഹുമാനം എനിക്കുള്ളത്. ഉണ്ടായത് എൻ്റെ ശ്യാമയാണ് ഇന്ന് ഈ അവസ്ഥയ്ക്കത് കാണുന്നത്. എൻ്റെ ശ്യാമയ്ക്ക് വേണ്ടത് ഈ ലോകത്തിന് എന്ത് തന്നെ ആണെങ്കിലും അതിനു വേണ്ടി ഞാൻ ഈ ലോകത്ത് ആരെ വേണമെങ്കിലും വെല്ലുവിളിക്കും. സത്യാമ്മയ്ക്ക് ഇപ്പം തീരുമാനിക്കാം. ശാലിനിയെ ഇവിടെ കയറ്റാൻ പറ്റത്തില്ല, ശ്യാമയ്ക്ക് വേണ്ടി കയറ്റാൻ പറ്റത്തില്ലെങ്കിൽ സത്യവാദം പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ശ്യാമയും കൊണ്ട് ശാലിനിക്ക് താമസിക്കാൻ പറ്റുന്ന എന്തിന് തെരുവി വരെ വേണമെങ്കിലും പോയി കിടക്കാൻ തയ്യാറായി. പക്ഷേ എൻ്റെ ശ്യാമേനെ ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് എണീപ്പിച്ചേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടത് ശാലിനി ആണെങ്കിൽ ഇവിടെ സത്യാമ്മയുടെ വീട്ടിൽ അതിന് പറ്റത്തില്ലെങ്കിൽ എനിക്ക് തെരുവിൽ പോയി കിടന്നും എൻ്റെ ശ്യാമ എന്താണ് നേരെയാക്കി എടുക്കാൻ ഞാൻ തയ്യാറാകും. അതുകൊണ്ട് സത്യാമ്മയെ ഞാൻ വെല്ലുവിളിക്കും. സത്യാമ്മയ്ക്ക് എന്ത് തീരുമാനിക്കാം. അപ്പം സത്യാമ്മയുടെ മുന്നിൽ വേറെ വാക്കില്ല. പിന്നെ സത്യാമ്മ ഒരു കാര്യം പറയട്ടെ, വിഷ്ണു ഏട്ടൻ മറ്റൊരാൾ വിവാഹം കഴിച്ചു. ഇതൊന്നും ഞങ്ങളുടെ ലൈഫിനെ ബാധിച്ച കാര്യമല്ല. എനിക്ക് വേണ്ട എൻ്റെ ഭാര്യയുടെ കാര്യമാണ്. ശ്യാമയുടെ സഹോദരി തന്നെയാണ് ശാലിനി എന്ന് പറയുന്നത്. സത്യാമ്മയ്ക്ക് എന്തൊക്കെ വെറുപ്പുണ്ടെങ്കിലും ശ്യാമയുടെ സഹോദരി എന്ന രീതി, വിഷ്ണുവേട്ടൻ്റെ ഭാര്യയോ ആ ബന്ധമൊക്കെ മറന്നു കളഞ്ഞേരെ ശ്യാമയുടെ സഹോദരിയായിട്ട് ഇവിടെ ശാലിനിക്ക് പ്രവേശിക്കാമല്ലോ, അതിനുള്ള അധികാരമില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സത്യാമ്മയ്ക്ക് പിന്നെ മറു വാക്കില്ല. കാരണം രോഹിത് അത്ര വികാരത്തിൻ്റെ അത്ര പീക്കി നിൽക്കുകയാണ്. ഇനി രോഹിത്തിന് ഒന്നും പറഞ്ഞ് സമാധാനിക്കാൻ പറ്റത്തില്ല. കാരണം പത്മാവതിക്ക് കൊടുത്ത വാക്ക് ഇതെല്ലാം കൂടെ കയറി മനസ്സിനകത്ത് ഓർമ്മ വന്നിരിക്കുമ്പോൾ കുറ്റബോധത്തിലും കൂടെ നിൽക്കുകയാണ് സത്യഭാമ. പറയുന്നുണ്ട്, എടാ നീ അത്രമാത്രം ഭയപ്പെടാൻ വേണ്ടിയൊന്നും ശ്യാമയ്ക്ക് പ്രശ്നമില്ല. ശ്യാമ കുറച്ച് നാൾ കഴിയുമ്പോൾ അവൾ നോർമലാവും. സത്യാമ്മ എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് ആകപ്പാടെ ഉണ്ടായത് എൻ്റെ പത്മാവതി അമ്മയാണ്. ആ അമ്മയെ പോലും എന്താണ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സത്യാമ്മയ്ക്ക് ഇത് അറിയാത്ത കാര്യമല്ല. അപ്പോൾ സത്യാമ്മയുടെ കയ്യും പിടിച്ചാണ് രോഹിത് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ സത്യാമ്മയ്ക്ക് ഭയങ്കര എന്താണ് വികാരത്തിൽ നിൽക്കുവാണ്. അപ്പോൾ എനിക്ക് ശ്യാമയെ കൂടെ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റത്തില്ല. എൻ്റെ സന്തോഷമായിട്ട് ഇരുന്ന ജീവിതമാണ്. ആ ജീവിതം എനിക്ക് തിരിച്ചു വേണം. അതിന് ശാലിനി തന്നെയാണ് വേണ്ടെങ്കിൽ എനിക്ക് ശാലിനിയെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. ഇത് എല്ലാവരും മനസ്സിലാക്കുമെന്ന ഒറ്റ പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ആരോടും ഇവിടെ എന്താണ് ചോദിക്കാനോ പെർമിഷൻ മേടിക്കാനോ ഒന്നിനും നിൽക്കാതെ ഞാൻ ശാലിനി ഇങ്ങോട്ടേക്ക് ധൈര്യമായി കൂട്ടിക്കൊണ്ട് വന്നത്. ശാലിനിയെ നിങ്ങൾ മറ്റാരായിട്ട് കാണണ്ട, ശ്യാമയുടെ ഒരു സഹോദരി എന്ന പരിഗണന കൊടുത്ത് കണ്ട് ഇങ്ങോട്ടേക്ക് കയറ്റിയാൽ മതി. അത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് തീർക്കുമ്പം സത്യഭാമയുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരം വരുന്നതിന് മുന്നേ രാഘവേട്ടൻ പറയുക, എടാ നീ ചെയ്ത ശരിയാടാ മോനെ, എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടടാ മോനെ. ഇങ്ങനെയാണ് ഭാര്യയുടെ സ്നേഹമുള്ള ആണുങ്ങൾ ആരാണെങ്കിലും ഈ അവസ്ഥയിൽ തൻ്റെ ഭാര്യ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ ഈ ഒരു തീരുമാനം എടുക്കത്തുള്ളൂ. നീ എടുത്ത തീരുമാനം 100% ശരിയാണ്. എന്നിട്ട് കണ്ടവരെ പിടിച്ച് ഭാര്യനെ എന്താണ് തള്ളിക്കളഞ്ഞിട്ടൊന്നും ചില ആൾക്കാരെ ജീവിക്കുന്ന പോലെ ആവത്തില്ല. അങ്ങനെ വിഷ്ണുവിനെ അങ്ങ് നോക്കുമ്പോൾ വിഷ്ണുവിന് മനസ്സിലായി വിഷ്ണുവിന് ഇട്ടൊരു കൊട്ട. പക്ഷേ വിഷ്ണുവിന് ഇതൊന്നും നോക്കിക്കാൻ അവിടെ സമയമില്ല. വിഷ്ണുവിൻ്റെ കണ്ണ് മൊത്തം ശാലിനി തൻ്റെ വീട്ടിൽ നിൽക്കുവാണ്. അതും പെട്ടിയായിട്ട് വന്ന് നിൽക്കുന്ന കാണുമ്പോൾ ശാലിനി ഇവിടെ ഒരുമിച്ച് ജീവിക്കാമല്ലോ. ആ സന്തോഷത്തിൽ വിഷ്ണു നിൽക്കുന്നത്. പക്ഷേ സന്തോഷമൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് കാർത്തിക് മനസ്സിൽ പേടിയാണ്. അപ്പം ഇവൾ ഇനി വന്നത് ശാലിനി എന്താണ് ശ്യാമയ്ക്ക് ഈ സംഭവിച്ച കാര്യത്തിനകത്ത് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണോ ശാലിനി ഇങ്ങോട്ടേക്ക് താമസിക്കാൻ തന്നെ എന്താണ് തയ്യാറായിട്ട് വന്നത്? ഇനി ശാലിനി കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുമോ? അവൾ മുടിയുടെ നാര് കീറി എല്ലാ കള്ളത്തരങ്ങളും പുറത്തേക്ക് കൊണ്ടുവന്നാൽ സമ്പൂർണ്ണമായി കുടുങ്ങുമല്ലോ, എല്ലാം കയ്യിൽ നിന്ന് പോകുമല്ലോ. ശാലിനി ഇവിടെ ഇനി അത് കണ്ടുപിടിക്കാൻ വന്നാൽ ശരി, ഇനി അല്ലാതെ വന്നാലും എൻ്റെ കള്ളത്തരങ്ങൾ ബാക്കി കണ്ടുപിടിച്ചാൽ കയ്യിൽ നിന്ന് എല്ലാ കാര്യം പൊത്തിരി. ഈശ്വര ആലോചിച്ചിട്ട് എന്തൊരു ടെൻഷനാണെന്ന് എന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു എന്താണ് കാർത്തിക സന്തോഷത്തിൽ നോക്കുവാണ്. അതായത് എൻ്റെ ലൈഫ് സെറ്റാകാൻ പോകാമെന്നല്ലോ കാർത്തിക എന്ന സന്തോഷം നോക്കുമ്പം വിഷ്ണുവിൻ്റെ സന്തോഷം കണ്ടിട്ട് കാർത്തിക എന്താണെന്ന് അറിയില്ല, ലൈറ്റ് ഒരു മഞ്ഞച്ച് ചിരിയങ്ങ് ചിരിച്ച് അവിടെ അങ്ങ് ഒതുക്കുവാണ്. കാരണം പറയാനൊന്നുമില്ല. അങ്ങനെ എല്ലാവരും മനസ്സിനകത്ത് ഓർമ്മയുണ്ടല്ലോ എന്ന് സത്യഭാമ തുടങ്ങും. അപ്പോൾ എല്ലാവരും നോക്കും ഇനി സത്യഭാമയുടെ പുതിയ തീരുമാനം എന്താ. അപ്പോൾ സത്യം പറയുന്നുണ്ട്,
പഴയ ബന്ധങ്ങൾ പുതുക്കാനോ പൊടി തട്ടിയെടുക്കാനോ പഴയ രീതിക്കത്തുള്ള അറ്റകുറ്റപ്പണി ചെയ്യാനോ വേണ്ടിയിട്ടൊന്നും ആവല്ല ഇവിടെ ആരെയും താമസം. അതിനുള്ള മനക്കോട്ടൊക്കെ എല്ലാവരും അങ്ങോട്ടേക്ക് മാറ്റി വെച്ചോണ്ടെന്ന് നേരെ വിഷ്ണുവിനെ നോക്കിയിട്ടാണ് ഒരു കൊട്ട് കൊടുക്കുന്നത്. അപ്പം ഇതൊന്നും ശാലിനിനെ എവിടെയും ബോധമാകുന്നില്ല. ശാലിനി അന്നേരം നോക്കുന്നത് വിഷ്ണുവിൻ്റെ കാലിലേക്കാണ് നോക്കുന്നത്. വിഷ്ണുവിൻ്റെ ആ ഒരു ഇരിക്കുന്ന ആ ഒരു ഇരിപ്പ് കണ്ടിട്ട് മനസ്സിലാ കാണുമെന്ന് പറയുമ്പോഴത്തേക്ക് രാഘവട്ട് പറയും, മോളെ നീ അകത്തേക്ക് കയറി ചെല്ല്, ശാലിനി മോളെ നീ അങ്ങ് മേളിലേക്ക് കയറി ചെന്ന് എന്ന് ശ്യാമെടുത്ത് പോകും എന്ന് പറയുമ്പോഴത്തേക്കും ശാലിനി എന്താണ് നേരെ ശ്യാമെടുത്ത് പോകാനായിട്ട് നോക്കുന്നതും വിഷ്ണുവും ശാലിനിയും പരസ്പരം അങ്ങോട്ടേക്കൊന്ന് നോക്കുവാണ്. എന്നിട്ട് ശാലിനി എന്താണ് ആ സ്റ്റെപ്പ് വഴി കയറി പോകുമ്പോൾ കാർത്തിക് ഇങ്ങനെ നോക്കി അമ്പരം നിൽക്കുമോ ഇനി എന്താണ് പണി എന്ന് മനസ്സിലാകാൻ നിൽക്കുന്നതും സത്യമാമ ഇവിടെ എല്ലാവർക്കും ബാക്കിയുള്ള ലെക്ചർ എടുക്കുകയാണ്. അപ്പം ശ്യാമേനെ കാണാനായിട്ട് ശാലിനി അകത്ത് കയറുമ്പോൾ ശ്യാമ എന്താണ് അങ്ങ് കിടക്കുമല്ലോ. അപ്പോൾ ശ്യാമയ്ക്ക് ശാലിനിയെ കണ്ടത് തന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ ശ്യാമേനെ എന്താണ് കയ്യിൽ കോരിയെടുത്ത് ഒരു കുഞ്ഞിൻ്റെ കോരിയെടുക്കുന്ന പോലെ കോരിയെടുത്തിട്ട് മോളെ ശ്യാമയെന്ന് പറയുമ്പോഴത്തേക്കും ശ്യാമ എന്താണ് കുഞ്ഞേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും എടാ ഇവക്കൊരു കുഴപ്പമില്ല രോഹിത്തെ, കണ്ടില്ലേ അവൾ എന്നെ കണ്ടത് ചിരിക്കുന്നുണ്ടല്ലേ, അവൾ ഇതെൻ്റെ കുഞ്ഞേച്ചി എന്ന് വിളിച്ചില്ലേ, അതാ ശാലിനി കുഴപ്പം, അവൾ കുഞ്ഞേച്ചി എന്നല്ലാതെ മറ്റൊരു വാക്കും വിളിക്കുന്നില്ല. ഇത് കേട്ട് ശാലിനി നെട്ടുമാണ്. കാരണം ശാലിനി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കുഞ്ഞേച്ചി എന്ന ഒരു വാക്കല്ലാതെ ശ്യാമയുടെ വായിൽ നിന്ന് മറ്റൊരു വാക്ക് വീഴാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് അങ്ങ് വീഴുമ്പോഴത്തേക്കും ശ്യാമ എന്താണ് തലയണയിൽ പോയിട്ട് എന്താണ് അങ്ങ് തല അങ്ങ് ചാരി അങ്ങ് വീഴുന്നതായിട്ട്, അതായത് ഒരു ബലമില്ലാതെ പണ്ട് പ്രീതിയുടെ അതേ അവസ്ഥ. അപ്പോൾ ശാലിനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഇതാക്കും, എന്തോ രോഹിത് ഇത് എങ്ങനെ സംഭവിച്ചു, ഇതിന് ഇനി എന്താ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ ശാലിനി ഇങ്ങോട്ട് കൂട്ടി വന്ന കാര്യം തന്നെ അതാണ്. ശാലിനി മാത്രമാണ് അവൾക്കിനി ഏക ആശ്രയം. അങ്ങോട്ടേക്ക് വേണ്ടത് ശാലിനി മാത്രമാണ്. അതുകൊണ്ട് ശാലിനി എങ്ങനെയെങ്കിലും എൻ്റെ ശ്യാമയെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം എന്ന് രണ്ടുപേരും സംസാരിച്ച് നിൽക്കുന്ന കാണിച്ചാണ് ഇനി അടുത്ത് കാണാൻ പോകുന്ന കുടുംബശ്രീ അതിന് നെക്സ്റ്റ് എപ്പിസോഡ് വരിക. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന നിമിഷമായി വിഷ്ണു ശാലിനിയുടെ ഒന്നിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. ബൈ.